വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം ഒരു മലയാളം ഫിലിമിൽ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഉർമി, ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദർ, അങ്ങനത്തെ പോലുള്ള പടത്തിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റായ ഒരു മലയാളം പടം ചെയ്യണം. അത് കറക്റ്റായ ഓഡിയൻസിനെ റീച്ച് ആവണം. അതൊരു വെയിറ്റ് ചെയ്തിട്ട് കുറെ കാലമായി. ഇപ്പോൾ ഇത് കറക്റ്റായ ഒരു പടം എനിക്ക് കിട്ടി. സോ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു മുരളി ഗോപി സർ ആൻഡ് കൃഷ്ണകുമാർ സർ. ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞ ഉടനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കേട്ട ഉടനെ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ വന്ന് ഈ പടം എന്തായാലും ചെയ്യണമെന്ന്. വൺ തിങ് ഇസ് ദാറ്റ് ഈ the script demanded a lot of characters in the film. ഇപ്പോൾ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റും, വിജയരാഘവൻ സർ, ഇന്ദ്രൻ സർ, ദേവമോഹൻ, മുരളി ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പണി ശരത്, ശാന്തി, എവറിബഡി, ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. മുരളി സാറിൻ്റെ റൈറ്റിംഗ് ഒക്കെ വെച്ചാൽ എല്ലാം ഒவ்வொரு ക്യാരക്ടറും വന്നിട്ട് വളരെ ഡെപ്തിൽ എഴുതിയ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഈ വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു തമിഴ് ക്യാരക്ടർ, അവരെ ലൈഫിൽ വരുന്ന അതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ഒരു ഫിലിം. സോ ഐ തോട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പടം. എന്നെ പോലെ even Ajanish is getting launched in this film. So very happy brother, we both are getting launched. So because ee padathil, like I said, the music is a very important part of the film. So I think Krishnamma sir vanda ee padam parna shesham, I think first choice was namak Ajanish vechittu ee padathil music cheyanam, Kantara effect വേണം. So that was the thing. And Yuva, the cameraman, ഞാൻ 2-3 പടം ചെയ്തിട്ടുണ്ട്. So I knew what Yuva is capable of. ഒരു വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ, നല്ലൊരു ക്യാമറമാൻ, വെരി എഫിഷ്യൻറ്റ് ക്യാമറമാൻ, വെരി എക്സ്പെരിമെൻറ്റിങ് ക്യാമറമാൻ. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് യുവ. ആൻഡ് ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത്. So and sound, trailer കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മിക്സ് ചെയ്തിട്ട് കാണുന്നത് വിഷ്ണു is here. Fantastic work, brothers, really loved it. And your editor Rohit. So ഒരു ഭയങ്കര ഒരു highly qualified, highly talented technical ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. സോ ദാറ്റ് ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ്, ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ സർ. ഇറ്റ്സ് നോട്ട് ഈസി. വാട്ട് മുരളി സാർ എഴുതുന്നത് കറക്റ്റായി ആ ഫീലിൽ, ആ ഇമോഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി സാർ എവറി ഡേ ഷൂട്ടിങ് വരും. ഷൂട്ടിങ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടോ എന്ന് ഹിൽ ചെക്ക്. മുരളി സാർ ഇല്ലാത്ത സീനിലും വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് എങ്ങനെയാണ്, നീ ഈ റിയാക്ഷൻ കൊടുക്ക്, അങ്ങനെ പറഞ്ഞു. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു ഈ എഴുതിയത് ഇത്ര ദൂരം നമ്മ ഓഡിയൻസിനെ റീച്ച് ആണെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പടം ചെയ്യാനില്ല. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ തിങ്ക് whatever I did, Krishnamma made it better, like 3-4 times easily. So എൻ്റെ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ടൈം, വളരെ സ്ട്രെനുവസ് ആയ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിംഗ് ടൈം. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആൾ. ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്ത് രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ട് നമ്മൾ ടയർഡായിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിന്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്നും കിട്ടുന്നില്ല, നമുക്ക് ഒരു ഷോട്ട് പോവുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ, എങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ സാറിന് ഇത്രയും എനർജി, സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു അത്രയും സ്നേഹിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കൃഷ്ണകുമാർ. സോ
അതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ യു ആർ സീയിങ് ഓൺ സ്ക്രീൻ. സോ ഇപ്പോൾ ഞാൻ പടം കാണുമ്പോഴും ഇതേ ഇന്റൻസിറ്റിയിൽ ഇതേ സ്കെയിലിലാണ് ഫുൾ പടം ഉണ്ടായത്. സോ ഒരു സീനും ഒരു ഷോട്ട് പോലും നമ്മൾ ഈസി ആയിട്ട് എടുക്കണം. അത് ഒவ்வொரு ഷോട്ടും എന്തെങ്കിലും ഒരു കഥ കൺവേ ആവണം, ആ റൈറ്റിങ്ങിലുള്ള ഒരു പേസ് കൺവേ ആണെന്നുള്ള തോട്ടോട് കൂടിയാണ് എല്ലാ ഷോട്ടും എടുത്തിട്ടുള്ളത്. സോ ഐ തിങ്ക് വെരി ഹാപ്പി വിത്ത് ദ ഔട്ട്പുട്ട്. സോ ആൻഡ് താങ്ക്സ് ടു മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ വിനോദ് കുമാർ ഫോർ മേക്കിംഗ് ദിസ് ഫിലിം. ഇത്രയും പൈസ ഇട്ടിട്ട് ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ ചെയ്യാൻ, അത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് നോബഡി വിൽ ഡു ഇറ്റ്. സോ അവനിക്ക് ഹി ഹാഡ് ദ കോൺഫിഡൻസ് ഓൺ മുരളി സർ ആൻഡ് കൃഷ്ണകുമാർ സർ. സോ ഓൾ ഹിസ് കോൺഫിഡൻസ് എന്തായാലും അതൊരു വലിയൊരു സക്സസ്സിൽ കൊണ്ടുപോയി നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. സെയിം ടൈം ഗോപാലൻ സർ, ഗോകുലം ഫിലിംസ്, ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. ഇപ്പോൾ ഇത്രയും വലിയ പടം ഒരു കറക്റ്റായ റിലീസ്, കറക്റ്റായ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗോകുലൻ സാർ കെയിം ഫോർവേഡ്, സോ ദ ഫിലിം. അവർ വളരെ ഇഷ്ടപ്പെട്ട് ഇത് എന്തായാലും നമ്മൾ ചെയ്യണം, നമ്മൾ ബാനറിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്ത പടമാണത്. സോ താങ്ക്സ് ടു ഗോകുലൻ സാർ ഫോർ സപ്പോർട്ടിങ് us and looking forward to a great release. Thank you. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എല്ലാവർക്കും ഒപ്പം ഞാനും അനന്തൻ കാണൻ. എനിക്ക് ഒരു വലിയ ക്യാരക്ടറാണ്. എല്ലാ നടന്മാർക്കും ഒപ്പം നിർത്താൻ നിൽക്കാൻ താടിയുള്ള ഒരു കഥാപാത്രം തന്നിട്ടുണ്ട്. അത് ഒരുപാട് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പടത്തിനെല്ലാ വിജയവും ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് എനിക്ക് കോൾ വന്നത്. കൃഷ്ണകുമാരേട്ടൻ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമ എന്നാണ് പറഞ്ഞത്. ടിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കഥ കേൾക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണകുമാരേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടിയാന് ശേഷം ഞാനും മുരളിച്ചേട്ടനും ഒന്നിക്കുന്ന സിനിമയാണ്. അത് വേറൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ടിയാനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാരേട്ടൻ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തു. പിന്നെ ചേട്ടനാണ് ആ കഥ പറഞ്ഞു തന്നത്. ചേട്ടൻ്റെ നരേഷൻ ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് നരേഷനാണ്. നമ്മളെ വേറൊരു വേൾഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് തരുന്ന കഥാപാത്രത്തിന്റെ പേര് മുരളി എന്നാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സിനിമയിൽ എൻ്റെ പേര് അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്തുകാരെ എങ്ങനെയാണ് മുരളിച്ചേട്ടനെ പണ്ട് വിളിക്കുന്നത്, ആ രീതിയിൽ തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി ചേട്ടൻ പറഞ്ഞു. ആരിസാർ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും, ഇന്ദ്രൻ സേട്ടൻ്റെ ആണെങ്കിലും, ശരത്തിന്റെ ആണെങ്കിലും, ശാന്തിയുടെ, നിഖിലയുടെ. സോ അത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു വലിയ സിനിമയുടെ ഭാഗമാണെന്ന് അപ്പൊ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ കൃഷ്ണകുമാരൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അതെയോ നമ്മളിത് ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ക്യാരക്ടർ ദേവിന് ഇതുവരെ കണ്ട ഒരു ലുക്ക് ആൻഡ് ഫീലിലല്ല നമ്മൾ പ്രസന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ കഥാപാത്രത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. കാരണം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റുന്നൊരു, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ദാറ്റ്. അപ്പോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് നമ്മളൊരു ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ചേട്ടൻ എനിക്കൊരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം, ഇതിനെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേർണിയിൽ. ആൻഡ് ഒരു വലിയ സിനിമയുടെ ഭാഗമാവും എപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വളരെ ഡെപ്തുള്ള ഒരു കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. സോ എ ബിഗ് താങ്ക്സ് ടു ചേട്ടാ, മുരളി ചേട്ടാ ആൻഡ് കൃഷ്ണകുമാരേട്ടാ ഫോർ കോളിംഗ് മീ. പിന്നെ ഇന്ദ്രൻ സേട്ടനായിട്ട് ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചു നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, എന്താണ് അനന്തങ്കാട് സിനിമ ചെയ്യുന്നതിൽ എൻ്റെ ഇടയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയി ഉണ്ടായ ഒരു കാര്യം എന്ന് ചോദിച്ചു. അപ്പോ ഒരു ദിവസം ഇന്ദ്രൻ സേട്ടനും ഞാനും ഒരേ ക്യാരവന്റെ 2 ഡോർസാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളുടെ നടുക്കൊരു ഡോറുണ്ട്, അത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ
ഇന്ദ്രൻ ചേട്ടൻ എന്തോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇത് ഇവിടെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ സ്റ്റിച്ച് വിട്ടു, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ പഴയ കാലത്തെ സിനിമകളിൽ എങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തിരുന്നത്, അതെല്ലാം ചേട്ടൻ ഏകദേശം 100ഓളം സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, നിനക്ക് ഇഷ്ടമുള്ളൊരു തുണി വെച്ചിട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ക്ലോത്ത് വാങ്ങിച്ചു, ചേട്ടന് കൊടുത്തു. ചേട്ടൻ തന്നെ എല്ലാ മെഷർമെന്റും എടുത്തു. വെരി നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം അവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ചേട്ടൻ തയ്ച്ചു തന്ന ഒരു ഷർട്ടായിരുന്നു. സോ അത് എത്രത്തോളം വിലയുള്ളതാണെന്ന് എനിക്ക് പറയാനറിയില്ല. എന്നിട്ട് ചേട്ടാ ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. അത് ഒരു ഏറ്റവും നല്ല ഒക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അതൊരു ഒരിക്കലും എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. സോ ഏകദേശം ഒരു 120ഓളം ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും വലിയൊരു എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. എല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. കാര്യം എന്നെ ഈ സിനിമയിലേക്ക് എൻ്റെ ഈ കഥാപാത്രം എനിക്ക് നൽകി, എന്നെ വിശ്വസിച്ച് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടനോടാണ് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത്. ചേട്ടാ ഒരുപാട് നന്ദി. എൻ്റെ സിനിമയുടെ എൻ്റെ പ്രിയ സംവിധായകൻ കൃഷ്ണകുമാർ സാറിനോട് നന്ദി. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, മറ്റ് എൻ്റെ കോ ആക്ടേഴ്സ് ആര്യ സാർ, എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ കരിയറിലുള്ള ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ എൻ്റെ കരിയറിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് അടിച്ചു വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാക്സൺ എന്ന എൻ്റെ കഥാപാത്രം. ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ അങ്കമാലി ഡയറീസ് മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. അപ്പോൾ കുറേ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറേ നല്ലതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ തന്നെ കാണണം. ഞങ്ങൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് ഈ സിനിമ. അപ്പോൾ ഈ വരുന്ന 25-ാം തീയതി തിയേറ്ററുകളിൽ സിനിമ എത്തുമ്പോൾ അന്ന് തന്നെ അനന്തൻകാട് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഒരിക്കൽ കൂടി ഈ സിനിമയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പം ഒരു റോൾ എനിക്കും ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അതും വെറുതെ ഒരു റോളല്ല, മുരളിയേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്. അത് സോ ബ്ലെസ്ഡ് ടു ഡു. ദൃശ്യം 2-ൽ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ആ ക്യാരക്ടർ ചെയ്തതിൽ. ബട്ട് അതിനുശേഷം ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് തന്ന മുരളിയേട്ടനും കൃഷ്ണകുമാരേട്ടനും ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരുപാട് സന്തോഷം. ആൻഡ് ആസ് വി ഓൾ സെഡ്, 25th ഈ സിനിമ റിലീസാകുമ്പം എല്ലാവരും വരണം, കാണണം, അഭിപ്രായം അറിയിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും റോ ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത്. ആസ് എൻ ആക്ടർ ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മുരളിച്ചേട്ടൻ എഴുതിയ ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ഭയങ്കര ക്ലിയർ ആയിരുന്നു കാർത്തി എന്ന ക്യാരക്ടർ എങ്ങനെയാണ് കഥയിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ കഥയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് അവരോട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരെടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തൻകാടിലൂടെ എനിക്ക് കിട്ടിയത്. കുറെ നാളായി സിനിമ റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഫൈനലി ഓഡിയൻസിലേക്ക് എത്തുവാണ്.
ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഓൺ എ ബിഗ് ക്യാൻവാസ്, ഒരു പ്രോപ്പർ എൻ്റർടൈനർ ആണ് ഞങ്ങൾ 25-ാം തീയതി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും, തിയേറ്ററിൽ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മെൻ ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ തരംഗം പ്രൊഡ്യൂസ് ചെയ്തത് വണ്ടർബാർ ഫിലിംസും മിനി സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ മിനി സ്റ്റുഡിയോൻ്റെ കൂടെയുള്ള എൻ്റെ സെക്കൻഡ് അസോസിയേഷൻ ആണ് അനന്തങ്കാട്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും 25-ാം തീയതി മുതൽ അനന്തങ്കാട് തിയേറ്ററിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാനത് ആർക്കും മനസ്സിലായില്ല, അതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ 25-ാം തീയതി പടം റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സീരിയ. താങ്ക് യു. So welcome to the stage. നമസ്കാരം. ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്റ്റേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ. ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശം. എന്നിരുന്നാലും അനന്തൻകാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതന്തു വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ നാമമാണ് അനന്തൻകാട് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മളുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻകാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിന് ഒരു വാക്ക് കൊടുത്താണ്. എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ ഒരുക്കി തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തിന് ശേഷമാണ് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്. ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിൽ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും, അതിന് മുമ്പ് ഇരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങള് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കൂട്ടിൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്തുമാണ്. ഓരോ തവണ ഇന്ദ്രസേട്ടനെ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രസേട്ടൻ്റെ ഇത് കിട്ടാറുണ്ട്. ഇന്ദ്രസേട്ടൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസാറിന്റെ സിനിമ ഞാൻ കാണുന്ന മോമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ളൊരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണമെന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, the kind of gravitas that he brings to the table, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്രിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി,
ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടീനടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത് അത് ശരിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആരും ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ നടന്മാരും ഇതിൽ, അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ, വിജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനും ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്. സ്കോർ ആണൊരു സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോർ ഫെയിൽ ചെയ്താൽ സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും ഒരു സിനിമയിൽ. ഞാൻ മ്യൂസിക്കിനാണ് ഇപ്പൊ എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. അപ്പൊ സ്കോറിനെ കുറിച്ചും സ്കോർ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പാരലൽ നറേറ്റീവിനെ കുറിച്ചും എപ്പോഴും വളരെയധികം ബോധവാനായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. ആ നിലയിൽ ഇതിന്റെ സ്കോറിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 25-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഒരു വലിയ ഓഡിയോ വിഷ്വൽ ഡിസൈനുള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ചെന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.